ചെറിയ കാര്യങ്ങളിലെ കൃത്യത. ഒരിക്കലൊരു ടൂറിസ്റ്റ് നേപ്പാളിലെ ബിർഗുംച്ച് നഗരത്തിൻ്റെ ഒരു ക്ഷേത്ര നഗരിയിൽ ഒരിടത്ത് ഒരു ശില്പി കരിങ്കല്ലിൽ വലിയൊരു പ്രതിമ ഉണ്ടാക്കുന്നത് കണ്ടു. ആ സഞ്ചാരി കൗതുകത്തോടെ ആ പ്രവൃത്തി നോക്കി നിന്നു. ശില്പിയുടെ കരവിരുതിൽ വളരെ മനോഹരമായ ഒരു പ്രതിമ രൂപം കൊള്ളുന്നത് ടൂറിസ്റ്റിന് അത്ഭുതമായി. ചുറ്റുപാടും നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ വളരെ ഏകാഗ്രമായി ജോലി ചെയ്യുന്ന ശില്പിയുടെ ഓരോ ചലനങ്ങളും അയാൾ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പ്രതിമ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി. അപ്പോഴാണ് അതേപോലെയുള്ള മറ്റൊരു പ്രതിമ സമീപേ കിടക്കുന്നത് അയാൾ കണ്ടത്. സഞ്ചാരി ചോദിച്ചു, "ഈ പ്രതിമകൾ എവിടെയാണ് സ്ഥാപിക്കുന്നത്?" ശില്പി പറഞ്ഞു, "ഒന്നു മാത്രമേ സ്ഥാപിക്കുന്നുള്ളൂ." അയാൾ പറഞ്ഞു, "ഇപ്പോൾ 2 എണ്ണം ഉണ്ടല്ലോ." ശില്പി പറഞ്ഞു, "ആദ്യം നിർമ്മിച്ച പ്രതിമയുടെ അവസാന മിനുക്കുപണികളിൽ ഒരു ചെറിയ പിഴവ് പറ്റി. അതിനാലാണ് ഇതുകൂടി നിർമ്മിക്കുന്നത്." സഞ്ചാരി കുറേ നേരം വളരെ ശ്രദ്ധയോടെ നോക്കിയിട്ടും എവിടെയും ഒരു കുറവോ പിഴവോ കണ്ടെത്താനായില്ല. അവസാനം അയാൾ ശില്പിയോട് തന്നെ എന്തു പിഴവാണ് പറ്റിയതെന്ന് ചോദിച്ചു. ശില്പി പറഞ്ഞു, "അതിൻ്റെ മൂക്കിൽ ഒരു പോറൽ ഉണ്ടായിട്ടുണ്ട്." സഞ്ചാരി പ്രതിമയുടെ മൂക്കിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വളരെ ചെറിയ ഒരു പോറൽ കണ്ടു. സഞ്ചാരി ശില്പിയോട് ചോദിച്ചു, "ഇതെവിടെയാണ് സ്ഥാപിക്കുന്നത്?" 20 അടി ഉയരമുള്ള ഒരു സ്തൂപം ചൂണ്ടിക്കാട്ടി ശില്പി പറഞ്ഞു, "ആ സ്തൂപത്തിൽ." സഞ്ചാരി ആശ്ചര്യപൂർവ്വം ചോദിച്ചു, "അത്ര ഉയരമുള്ള സ്തൂപത്തിൽ സ്ഥാപിച്ചാൽ താഴെ നിന്ന് ആർക്കെങ്കിലും പ്രതിമയുടെ മൂക്കിലെ പോറൽ കാണുവാൻ കഴിയുമോ?" "ഇല്ലല്ലോ, പിന്നെന്തിനാണ് വേറെ പ്രതിമ നിർമ്മിക്കുന്നത്?" ശില്പി പറഞ്ഞു, "ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാമല്ലോ അതിൻ്റെ മൂക്കിൽ പോറൽ വീണിട്ടുണ്ടെന്ന്. ഒരു നിർമ്മിതിയുടെ മനോഹാരിത അത് നിർമ്മിക്കുന്നവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ്. ഒരേ കാര്യം പല വിധത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. പ്രതിഫലത്തിനു വേണ്ടി മാത്രം പലതും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രതിഫലം ഇച്ഛിക്കാതെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. പ്രതിഫലം ഇച്ഛിക്കുന്നവർക്ക് തങ്ങളുടെ പ്രവൃത്തി എങ്ങനെ എന്നുള്ളതല്ല, തനിക്ക് കിട്ടണമെന്ന ചിന്ത മാത്രമേ ഉണ്ടാവൂ. അതിനാൽ നിർമ്മിതി തീരെ ഗുണനിലവാരമില്ലാത്തതായി മാറും. നമ്മുടെ നാട്ടിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണനിലവാരമില്ലാതാകുന്നതിൻ്റെ കാരണം അതാണ്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് കുഞ്ചൻ നമ്പ്യാർ ആസ്ഥാന കവികളെ പരിഹസിച്ച് പറഞ്ഞതുപോലെയാണ് പലരുടെയും പ്രവൃത്തികൾ. ചെറിയ കാര്യങ്ങളിലെ കൃത്യതയാണ് വലിയ പ്രവൃത്തികളെ മഹത്വപൂർണ്ണമാക്കുന്നത്. ഈ പോറൽ സാരമില്ല എന്ന് കരുതുന്നവരാണ് പല നിർമ്മാണങ്ങളും തകരുന്നതിന് കാരണക്കാർ. മറ്റുള്ളവർ കുറവുകൾ കണ്ടില്ലെങ്കിലും സ്വയം വിമർശനാത്മകമായി കാര്യങ്ങൾ നിർവഹിക്കുവാൻ നാം തയ്യാറായാൽ ഏത് കാര്യവും ശ്രേഷ്ഠമായി തീരും. സത്യസന്ധതയും വിശ്വസ്തതയും ഏതു പ്രയത്നത്തിലും അനിവാര്യമാണ്. നാം ഓരോരുത്തരും നിർമ്മിക്കുന്ന പ്രതിമ നമ്മുടെ ജീവിതം തന്നെയാണ്. നാം എത്രമാത്രം വിശ്വസ്തയോടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ കുറവുകളില്ലാത്ത പ്രതിമ പോലെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്.